ഈ മുദ്രകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് ചെല്ലും. ഞാനാണ് ആലിഗേറ്റർ മാൻ. ഓരോ സിറ്റിയും ഞാൻ നശിപ്പിച്ചേ അടങ്ങൂ. കലക്കി മേയറങ്കിൾ, ഇത് എത്ര വലിയ മുത്താണ്. വലുതിലും വളരെ വലുതാണ്. വളരെ വളരെ വലുതാണ്. എന്റെ വിശപ്പ് പോലെ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഈ മുത്തിനെ കുറിച്ച് രണ്ടേ വാക്കിൽ പറയണമെങ്കില് ജയന്റ് പേൾ. ഇത് നമ്മുടെ സീ ഡൈവേഴ്സിന് കടലിന്റെ അടിയാഴത്തിൽ നിന്ന് കിട്ടിയതാണ്. അവര് പറഞ്ഞത് ഈ മുത്തിന് 1000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ്. അയ്യോ, ഇത്രയും വലിയൊരു ബ്ലാക്ക് പേൾ അത് നമ്മുടെ സൺ സിറ്റിയിൽ മാത്രമേ ഉള്ളൂ. ഇതിനെ കാണാനായിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വരും. നോക്കിക്കോ, ഇത് കാരണം നമ്മുടെ സൺ സിറ്റി വീണ്ടും പോപ്പുലർ ആകാൻ പോവാണ്. പോപ്പുലർ. പക്ഷേ ഇതില് എന്തിനാ ആലിഗേറ്റർ സിമ്പിൾ ഇട്ടിരിക്കുന്നത്? അത് ആലിഗേറ്റർ കിങ്ങിന്റേതാണ്. നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഞാൻ ആരാണെന്നുള്ളതിൽ പ്രാധാന്യമില്ല. ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം തന്നാൽ നിങ്ങൾ എവിടെ നിന്നോ ഈ മാജിക്കൽ മുത്തെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അത് കൊണ്ടുപോയി അതേ സ്ഥലത്ത് വെച്ചേക്ക്. അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് വന്നവനും ഈ നഗരത്തിന് മുഴുവനും വലിയൊരു ആപത്ത് വരാൻ പോവുകയാണ്. മാജിക്കൽ മുത്തോ? അതെ, ഇത് മാജിക്കലാണ്. മാജിക്കൽ. കാരണം ഇതിന്റെ മാജിക്കൽ പവറിൽ നിന്നും ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഈ മുത്ത് കടലിൽ ചാടിയ ആ ഡൈവേഴ്സിന്റെ അടുത്തുനിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നെ ഈ മാജിക്കൽ മുത്തിന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ. മേയറങ്കിൾ, നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. ഇതിലങ്ങനെ മാജിക്കൽ പവേഴ്സ് ഒന്നുമില്ല. ഇതിൽ പേടിക്കാൻ ഒന്നുമില്ല അങ്കിൾ. ഇത് വെറും ഒരു മുത്ത്, അത്രേ ഉള്ളൂ. എങ്കിൽ ശരി, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കണ്ട. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ആപത്തുകളെ നിങ്ങളും നിങ്ങളുടെ സിറ്റിയും അനുഭവിക്കാൻ തയ്യാറാവണം. ഞാൻ നിങ്ങളെ വോൺ ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്റെ ജോലി കഴിഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. കൊള്ളാം സാറേ, കലക്കൻ സ്റ്റെപ്പാണല്ലോ ഇത്. ഞാനിത് നോട്ട് പാഡിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം അവൻ നമ്മുടെ ഏരിയക്കുള്ളിൽ വന്നിരിക്കുകയാണ്. സാറ് പറഞ്ഞതിന്റെ അർത്ഥം ഒരുപാട് മുതലകൾ കടലിൽ നിന്ന് സൺ സിറ്റിയിലേക്ക് വരുന്നത് കുറെ പേര് കണ്ടിട്ടുണ്ടെന്ന്. ഇങ്ങോട്ട് വരട്ടെ. ഒരൊറ്റ പഞ്ചിൽ എല്ലാത്തിനെയും തെറിപ്പിച്ചു കളയും ഞാൻ. ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ പോലെ തന്നെ ടോണി ബോസ് എല്ലാവരെയും വലിച്ചെറിഞ്ഞു കളയും. ഈ ടോണിയോട് കളിച്ചാലുണ്ടല്ലോ. ടോണി ബോസ്, മുതലകൾ എത്തിക്കഴിഞ്ഞു. പഞ്ച് ചെയ്യേ. പഞ്ച് ചെയ്യാം. പക്ഷേ എന്റെ സ്കൂൾ ഹോംവർക്ക് ഇന്ന് ഒരുപാട് ബാക്കിയുണ്ട്. ആദ്യം ഞാൻ ചെന്നത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഒന്ന് നിന്നേ ബോസ്, നിങ്ങളുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങളൊന്ന് സഹായിക്കാം. ഞാൻ എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് കളയും. വേണ്ട ചട്പട്ട് അങ്കിൾ, അതിനെ ഷൂട്ട് ചെയ്യരുത്. മൃഗങ്ങളെ കൊല്ലുന്നത് വളരെ തെറ്റായ കാര്യമാണ്. എന്റെ ദൈവമേ, ആ മുതല നല്ല വിശപ്പിലാണെന്നാ തോന്നുന്നത്. ഗണ്ണും തിന്നു കളഞ്ഞല്ലോ. എന്നെ രക്ഷിക്കൂ. ഈ മാജിക്കൽ മുത്ത് കാരണം ഞാനും ഒരു വഴിയാകുമെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. കണ്ടില്ലേ, ടെമ്പാനന്റെ സ്പാനേഴ്സിന്റെ പവർ കണ്ടില്ലേ? എല്ലാ മുതലകളും വാപ്പൊളിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ?
അയ്യോ, ആ മുതല എന്റെ സ്പാനറിനെ ഈസിയായി തിന്ന് തീർത്ത് കളഞ്ഞല്ലോ. ആ സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 47 അപ്ലൈ ചെയ്യേ. യെസ് ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 47. അയ്യോ, ഈ മുതലുകളെല്ലാം ഇരുമ്പോണ്ടുണ്ടാക്കി എന്റെ സ്പാനേഴ്സിനെ കടിച്ച് തിന്നു കളഞ്ഞു. നമ്മൾ ആരെങ്കിലും അവരുടെ കയ്യിൽ കുടുങ്ങിപ്പോയാൽ എന്താകും നമ്മുടെ ഗതി? ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ വേറെന്തെങ്കിലും ഐഡിയ ചെയ്തേ പറ്റൂ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 15 അപ്ലൈ ചെയ്യ്. ഗ്രേറ്റ് ഐഡിയ കീക്കോ. കീക്കോ, ഞാൻ റോപ്പിനെ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങൂ. കീക്കോ, ഇവറ്റകളുടെ പല്ലുകളൊക്കെ ഭയങ്കര ഷാർപ്പാണ്. വേഗം തന്നെ ഒരു ഐഡിയ ചെയ്യൂ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 35. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 35. അത് സൂപ്പർ ഐഡിയ സൂപ്പർ സ്പീഡോ. വാ, നമുക്കിവരെ ആദ്യം കൊണ്ടുപോയി കടലിൽ വിട്ടിട്ട് വന്നേക്കാം. മറ്റുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാം. അത് വലയൊക്കെ കീറി കളഞ്ഞിട്ട് താഴേക്ക് ചാടിയല്ലോ. താഴെ വീണതുകൊണ്ട് അത് കൂടുതൽ ദേഷ്യത്തിലായിരിക്കും. ഇത്ര ഉയരത്തിൽ നിന്ന് താഴെ വീണിട്ട് ഇവർക്ക് ഒന്നും സംഭവിച്ചില്ലേ? ഇതിനൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ സ്ട്രേഞ്ച്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? ഇവർ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത് സൂപ്പർ സ്പീഡോ. ആലിഗേറ്ററിന് മുറിവുകളൊന്നും ഏൽക്കാതെ എങ്ങനെയാ നമ്മൾ അതിനെ മടക്കി പിടിക്കേണ്ടത്? ഓക്കെ, എന്തായാലും ശരി. ആനിമൽസിനെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കാറില്ല. ഈ മുതലകളൊക്കെ ഇങ്ങോട്ട് വന്നതിന് കാരണം ഈ മാജിക്കൽ മുത്താണെന്നാണ് തോന്നുന്നത്. അയാള് ആലിഗേറ്റേഴ്സിനെ വിളിച്ചോണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാ ചെയ്തത്? ഇത് വെറും ഒരു സ്റ്റിക്കല്ല, ഇതൊരു ഫ്ലൂട്ടാണ്. ഇതിന്റെ ശബ്ദം കേട്ടാൽ ഏതൊരു മൃഗമാണെങ്കിലും ശരി എന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. മുതലുകളിൽ നിന്ന് രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട്. മമ്മി, വേണ്ട, മുതലുകളൊന്നും വേണ്ട. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ ജീവൻ മുതലുകളിൽ നിന്ന് രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട്. ശരി, പറയൂ, ഇതിന് പകരമായി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്കിപ്പോ വേറൊന്നും ആവശ്യമില്ല. ജനങ്ങളെ സഹായിക്കുക മാത്രമാണ് എന്റെ ജോലി. നിങ്ങൾക്കൊരു വാണിംഗും കൂടെ തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിയുന്നത് വേഗം ആ മുത്തിനെ കൊണ്ടുപോയി കടലിൽ കൊണ്ടു ചെന്നിട്ടേക്ക്. കാരണം ഇന്ന് ഞാൻ വന്ന് നിങ്ങളെ എല്ലാവരെയും രക്ഷിച്ചിരിക്കുകയാണ്. നാളെ അവരുടെ അറ്റാക്ക് ഇതിനേക്കാളും അതിഭയങ്കരമായിരിക്കും. സൂക്ഷിച്ചോളൂ. എന്തേ, നാളെ മുതലകൾക്ക് ഹാപ്പി ബർത്ത്ഡേ മറ്റോ ആണോ? സോറി. നാളെ സൂര്യഗ്രഹണമാണ്. നാളെ ആ മുതലകൾ 2 മടങ്ങ് ശക്തിയോടെ അറ്റാക്ക് ചെയ്യുമെന്നത് ഓർക്കണം. നാളെ ആ മുതലകൾ എത്തിയാൽ ആ കറുത്ത മുത്തിനെ അവരങ്ങ് കൊണ്ടുപോകും. പക്ഷേ മുതലകൾ ഈ മുത്തുകൊണ്ട് എന്ത് ചെയ്യാനാ? കടലിന്റെ അടിയിലുള്ള അവരുടെ രാജാവ് ആലിഗേറ്ററുടെ കയ്യിൽ കൊണ്ടുചെന്ന് എത്തിക്കും. അവനാണ് ഈ കറുത്ത മുത്തിന്റെ ശരിക്കുമുള്ള അവകാശി. നാളെ നിങ്ങളെല്ലാവരെയും ഒരു വലിയ അപകടം കാത്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. എല്ലാവരും സൂക്ഷിക്കുന്നതാണ് നല്ലത്.
ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കിക്കോ? ഈ മാജിക്കൽ മുത്തിനെ കടലിലേക്ക് തന്നെ തിരിച്ചയച്ചാലോ എന്ന് ആലോചിക്കുക. നാളെ സൂര്യഗ്രഹണമല്ലേ, ഇത് കാരണം നമ്മുടെ സൺസെറ്റിക്ക് വല്ല ആപത്തും ഉണ്ടായാലോ? മേയറങ്കിൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മാജിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവവും ഇല്ല. ഇതെല്ലാം വെറും കഥകളാണ്. ജനങ്ങളുടെ അന്ധവിശ്വാസം കൊണ്ടുണ്ടാക്കിയ വെറും കഥകൾ. അല്ല കീക്കോ, അത് സത്യമാണ്. ഇതൊന്ന് നോക്കിക്കേ. ഞാൻ സൂപ്പർ സ്പീഡും ചേർന്ന് അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള ഒറ്റ കറുത്ത മുത്തെന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇത് കടലിന്റെ അടിയാഴങ്ങളിൽ ആലിഗേറ്റർ കിങ്ങിന്റെ അടുത്ത് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ് കിക്കോ, ഇന്റർനെറ്റിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ദേ നോക്കൂ. അയ്യോ, അലിഗേറ്റർ കിങ്ങോ എന്ന് വെച്ചാൽ അവൻ അതിഭയങ്കര മുതലകളുടെ രാജാവാണോ? നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ടെമ്പോ അണ്ണ. ഇപ്രാവശ്യം ആ മുതലകൾ സൺസിറ്റിക്കകത്ത് വരികയാണെങ്കിൽ അതിനെയൊക്കെ തീർച്ചയായിട്ടും ഞാൻ വകവരുത്തും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു പ്രാവശ്യം ഇതുപോലെ വളരെ വലിയൊരു മുതല് അതിന്റെ വാലിൽ പിടിച്ച് അടിച്ചതിന് പുറം പൊളിച്ചു, എടുത്തിട്ട് ചവിട്ടി അരച്ചു. അതൊരു പല്ലിയായി മാറി ചുവരിൽ കയറി പോയി കളഞ്ഞു. കാര്യമായിട്ടാണോ മേയർ അങ്കിൾ? അല്ലാതെ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഒരു പല്ലി വന്ന് വീഴട്ടെ. എന്താ ഇത് മമ്മി? എന്ന് വെച്ചാൽ ഇത്രയും നേരം ഇദ്ദേഹം പറഞ്ഞതെല്ലാം പച്ചക്കള്ളോ അല്ലേ? നിങ്ങൾ ആരും വിഷമിക്കണ്ട. നാളെ ഏതായാലും ആ മുതലകൾ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. സൂര്യഗ്രഹണം തുടങ്ങിക്കഴിഞ്ഞു. മമ്മി, അതിഭയങ്കര അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈ മാജിക്കൽ മുത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. മുതലകൾ ഇങ്ങോട്ട് വരട്ടെ. ഇപ്രാവശ്യം ഞാൻ തയ്യാറാണ്. ഫോർമുല 279 ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, ഈ ഫെൻസിംഗിൽ എവിടെയും കറണ്ട് പാസ്സാവുന്നില്ലല്ലോ അല്ലേ? ഒരു മുതലയ്ക്ക് പോലും അപകടം ഉണ്ടാവരുത്. ഡോണ്ട് വറി കിക്കോ, ഞാൻ ആ ഫെൻസിംഗിൽ ലൈവായിട്ടാണ് കറണ്ട് പാസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫെൻസിംഗ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുതലകൾ ഒരുപാട് ദൂരത്തേക്ക് ഓടിപ്പോകും, സൺസിറ്റിക്കകത്തേക്ക് വരില്ല. നമ്മുടെ ഈ ഫെൻസിംഗ് ഐഡിയ വർക്കൗട്ട് ആകുമെന്നാണ് തോന്നുന്നത്. മമ്മി, ഷെടാ, ഇതെന്താ? കറണ്ട് സപ്ലൈ ഉണ്ടായിട്ടും ആ മുതലകൾക്കൊന്നും ഷോക്ക് ഏൽക്കാത്തത് എങ്ങനെയാണെന്ന് മനസ്സിലാവാത്തെ. കറണ്ട് ഷോക്ക് ഐഡിയ ഫെയിലായി പോയി. ഇനി ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്? മുതലകൾക്ക് മുറിവേൽപ്പിക്കാതെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാനുള്ള യാതൊരു ഫോർമുലയും നമ്മുടെ കയ്യിലില്ല. ഇപ്പൊ നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നറിയോ? അതൊരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ട്രാപ്ഡ്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ കറുപ്പ് മുത്ത് കാരണമാണ് ഈ മുതലകളെല്ലാം വീണ്ടും സൺസിറ്റിയിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈ മുത്തിനെ നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് ആ കടലിൽ വലിച്ചെറിഞ്ഞേക്കൂ. ചെല്ലു, കൊണ്ടുപോയി വലിച്ചെറിഞ്ഞേക്കൂ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഈ മുതലകൾക്ക് എന്താ കറണ്ട് ഷോക്ക് ഏൽക്കാത്തത്? ഇവിടെ എങ്ങനെ ടയറിന്റെ അടയാളം വന്നത്? ഈ പ്രാവശ്യം അയാള് വലത് കാലിന് പകരം ഇടതുകാൽ സപ്പോർട്ടിലാണ് നടക്കുന്നത്. വേഗം വാ സൂപ്പർ സ്പീഡോ, അവനെ നമുക്ക് ഫോളോ ചെയ്യാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 67. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഫോർമുല 67 ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഞാൻ ആ മുതലകളെ സ്കാൻ ചെയ്ത് നോക്കിയേക്കാം. കീക്കോ, ഇതൊന്നും ഒറിജിനൽ ആലിഗേറ്റേഴ്സ് അല്ല, പക്ഷേ റോബോട്ടിക് ആലിഗേറ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് കറണ്ട് പാസ്സായ ഫെൻസിങ്ങിനെ ഇത് ടച്ച് ചെയ്തിട്ടും ഇതിനൊന്നും ഷോക്ക് ഏൽക്കാത്തത്. ഇതിലുള്ള ഒരു മുതലകളും ഒറിജിനൽ അല്ല, എല്ലാം റോബോട്ടിക് ആണ്. ഹലോ മിസ്റ്റർ,
ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെയുള്ള ഈ മുതലകളെല്ലാം ഡമ്മിയാണ്. മുതലകളെ കാണിച്ച് നിങ്ങൾ എല്ലാവരെയും പേടിപ്പിച്ചിട്ട് ഈ അപൂർവ മുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചു. വളരെ വലിയ തെറ്റാണിത്. മുത്ത് തിരികെ തന്നിട്ട് ചെയ്ത തെറ്റ് തിരുത്താൻ നോക്കൂ. കാരണം ഇത് സൺസിറ്റിക്ക് അവകാശപ്പെട്ടതാണ്. സമ്മതിച്ചു തന്നിരിക്കുന്നു കേക്കോ. നീ ബുദ്ധിമാനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പക്ഷെ നീ എന്നെ കണ്ടുമുട്ടാൻ ഒരുപാട് താമസിച്ചു പോയി മോനെ. ഞാനാണ് ആലിഗേറ്റർ മാൻ. എല്ലാം നശിപ്പിക്കും, മുഴുവനും. ഈ കറുത്ത മുത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അത് ഞാൻ തിരിച്ചു കൊടുക്കണമെന്നാണ് നീ പറയുന്നേ? നിന്റെ തമാശ കൊള്ളാം. ഒരു കാര്യം മനസ്സിലാക്കിക്കോ കേക്കോ. ഇവിടെയുള്ള എന്റെ എല്ലാ ആലിഗേറ്റേഴ്സും ഡമ്മികളാണ്. പക്ഷെ ഇവരുടെ ശക്തി ശരിക്കും ഉള്ളതിനേക്കാളും ഭയങ്കരമാണ്. നിനക്ക് ഇതിന്റെ പവർ കാണാൻ ആഗ്രഹമുണ്ടോ? എന്റെ ഈ മുദ്രകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് ചെല്ലും. ഞാനാണ് ആലിഗേറ്റർ മാൻ. ഓരോ സിറ്റിയും ഞാൻ നശിപ്പിച്ചേ അടങ്ങൂ. സൂപ്പർ സ്പീഡോ, ഇതൊന്നും റിയൽ അനിമൽസ് അല്ല, എല്ലാം മെഷീൻസ് ആണ്. എപ്പോ വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യും. ഫോർമുല നമ്പർ 50 അപ്ലൈ ചെയ്യേ. വെരി വെൽ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 50. നീ ചെന്ന് ആലിഗേറ്റർ മാനെ തടഞ്ഞു നിർത്ത്. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ ചെറുക്കൻ അത്ര പെട്ടെന്നൊന്നും അടങ്ങില്ലെന്നാ തോന്നുന്നത്. ഇവനെ ഞാൻ എന്റെ മുതലകൾക്ക് ഇരയാക്കാൻ പോവുകയാണ്. ഞാനാണ് ആലിഗേറ്റർ മാൻ. ഈ സിറ്റി മുഴുവൻ ഞാൻ നശിപ്പിക്കും, എന്നിട്ടേ പോവുകയുള്ളൂ. കേക്കോ, എന്റെ ശരീരത്തിൽ ആലിഗേറ്റഡ് സ്യൂട്ട് ഉള്ളതുവരെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കീക്കോ. പിന്നെ വേറൊരു കാര്യം, എന്റെ കയ്യിലുള്ള ഈ സ്റ്റിക്ക് വെച്ച് ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്താൽ നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. താങ്ക് യു സൂപ്പർ സ്പീഡോ. മെൻഷൻ നോട്ട് ബ്രോ. ഇത്രയും ദിവസം നിങ്ങളൊരു കാര്യം കേട്ട് കാണും. വെള്ളത്തിലിറങ്ങിയാൽ കുതിരകളുടെ ശക്തി അധികമായി വർദ്ധിക്കുന്നതാണ്. ഇന്ന് നിങ്ങൾ അത് നേരിട്ട് കാണാൻ പോവുകയാണ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 130. ഓക്കെ ബഡി. ഞാനാണ് ആലിഗേറ്റഡ് മാൻ. എല്ലാ സിറ്റിയും ഞാൻ നശിപ്പിച്ചേ അടങ്ങൂ. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 189. ഓക്കെ ബഡി. കീക്കോ, ആ ആലിഗേറ്റർ മാനെ ഞാൻ എന്റെ മിസൈൽ കൊണ്ട് തകർക്കട്ടെ? വേണ്ട സൂപ്പർ സ്പീഡോ. ആലിഗേറ്റർ മാൻ ഇട്ടിരിക്കുന്ന ആ സൂട്ട് ഉണ്ടല്ലോ, അത് വളരെ സ്ട്രോങ് ആണ്. നമ്മൾ അവനെ എങ്ങനെ അറ്റാക്ക് ചെയ്താലും ശരി, അതൊന്നും അവനെ അഫക്റ്റ് ചെയ്യില്ല. ഞാനിപ്പോ ടാർഗറ്റ് ചെയ്യേണ്ടത് അവന്റെ വായുള്ള ഭാഗത്താണ്. അത് സൂട്ടിന്റെ പുറത്താണുള്ളത്. ആ, അവൻ വായിക്കുന്ന ഫ്ലൂട്ട് സ്റ്റിക്കിനെ നമ്മൾ അടിച്ചു തെറിപ്പിക്കണം. കാരണം അവൻ അത് വെച്ചാണ് എല്ലാ മുതലുകളെയും കൺട്രോൾ ചെയ്യുന്നത്. ഈ കാർ അതിന്റെ ശക്തി ഒരുപാട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ അതിനെ ഞാൻ ഇല്ലാതാക്കാൻ പോവാ. അത് മുഴുവനും ഞാൻ നശിപ്പിക്കാൻ പോവാ. ഞാനാണ് ആലിഗേറ്റഡ് മാൻ. ഈ സിറ്റി മുഴുവനും ഞാൻ നശിപ്പിച്ചേ അടങ്ങൂ. കീക്കോ, ആ ആലിഗേറ്റർ മാൻ പറഞ്ഞത് ശരിയാണ്. വെള്ളത്തിനടിയിൽ വന്നതിൽ പിന്നെ മുതലുകളുടെ ശക്തി ഒരുപാട് കൂടിയിട്ടുണ്ട്. വേഗം എന്തെങ്കിലും പറയൂ.
ഈ മുതലകൾ കടിക്കുന്ന പ്രഷർ എന്നെ കുറച്ചായി ഡാമേജ് ചെയ്യുകയാണ്. വേറെ വഴിയില്ല. ഞാനിപ്പോ എന്റെ സൂപ്പർ കിക്ക് യൂസ് ചെയ്തേ പറ്റും തോന്നുന്നു. സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 294. സോളിഡ് ഐഡിയ കീക്കോ ആക്ടിവേറ്റിംഗ് ഫോർമുല 294. എന്തിനാണ് നീ എന്റെ ഫ്ലൂട്ട് സ്റ്റിക്ക് പൊട്ടിച്ചത്? എന്റെ എല്ലാ മുതലുകളും ഇപ്പൊ ഡീആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. ഇല്ല, വെള്ളത്തിന്റെ അടിയിലുള്ള മുട്ട എടുത്ത് പൊട്ടിച്ച് ഓംലെറ്റ് ഇടേണ്ട സമയമായി കഴിഞ്ഞടാ. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.